നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃഷിദർശൻ തത്സമയം ഫോൺ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പാൽ കഴിക്കുന്നവരാണ്. പാൽ നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്നത് പശുവിൽ നിന്നാണല്ലോ. ഇന്നത്തെ കന്നുകുട്ടികളാണ് നാളത്തെ പശുക്കൾ. അപ്പോൾ തന്നെ കന്നുകുട്ടികളുടെ പരിപാലനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കന്നുകുട്ടികൾക്ക് എന്തെല്ലാം തീറ്റ നൽകാം, എന്തെല്ലാമാണ് ഇവയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്നൊക്കെ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ കൃഷിദർശനിൽ. ഇന്നത്തെ കൃഷിദർശനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ശാസ്ത്രീയ കന്നുകുട്ടി പരിപാലനം. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിയിലെ അഡീഷണൽ ഡയറക്ടർ ആയ ഡോക്ടർ AS രാജൻ സാറാണ്. സ്വാഗതം ചെയ്യാം രാജൻ സാറിനെ ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. നമസ്കാരം. നമസ്കാരം സർ, കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിൻ്റെയും ആത്യന്തിക ലക്ഷ്യം കേരളത്തിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഈ കന്നുകുട്ടി പരിപാലനത്തിന് എന്തുമാത്രം പ്രസക്തിയാണുള്ളത്? ഇപ്പോൾ പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പശുക്കളെ നമ്മൾ ആ ചിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ, പണ്ടുകാലത്തെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കന്നുകാലികളിലെ സങ്കരപ്രജനനം, കൃത്രിമ ബീജാദാനം ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പശുക്കൾക്ക് ഒരു ദിവസം 1 ലിറ്ററോ അല്ലെങ്കിൽ ഏറിയ 2 ലിറ്ററോ പാല് മാത്രം ലഭിക്കുമായിരുന്നു. അപ്പോൾ ഈ പശുക്കൾക്ക് പ്രത്യേക പരിചരണമൊന്നും ആരും നൽകിയിരുന്നില്ല. അതിനെ രാവിലെ ആകുമ്പോൾ പറമ്പിൽ എവിടെയെങ്കിലും മേയാൻ കൊണ്ട് കെട്ടും, എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന വേസ്റ്റും കൈ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും. എന്നാലും ഈ 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ പാല് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവയ്ക്കുണ്ടാകുന്ന പശുക്കുട്ടികളും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഒരു പശു പ്രസവിച്ച് ഒരു പശുക്കുട്ടി ഉണ്ടായി. ആ പശുക്കുട്ടിക്ക് എന്തെങ്കിലും പാല് കിട്ടുന്നത് ഈ തള്ള ചുരത്തണം, പാല് ചുരത്തണം എന്നുണ്ടെങ്കിൽ പശുക്കുട്ടിയെ ഒരല്പം കുടിപ്പിക്കണം. അത്രയും പാലായിരിക്കും ചിലപ്പോൾ അതിനാകെ കിട്ടുന്നത്. അതെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വളരും. 3-4 വർഷം കഴിഞ്ഞ് വീണ്ടും പശുവാകും. അപ്പോൾ അതിനും ഈ പറയുന്ന 1 ലിറ്ററോ 2 ലിറ്ററോ പാല് ഓരോ ദിവസവും കിട്ടും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പശുക്കൾ എന്ന് പറയുന്നത് ഓരോ ദിവസവും 20 ലിറ്റർ, 30 ലിറ്റർ, 40 ലിറ്റർ, 50 ലിറ്റർ വരുന്ന പശുക്കളും കേരളത്തിലുണ്ട്. അപ്പോൾ ഇവയൊക്കെ തന്നെ നമുക്കൊരു തരത്തിൽ പറഞ്ഞാൽ പാലുൽപാദന ഫാക്ടറികളാണ്, ജീവിക്കുന്ന ഫാക്ടറികളാണ്. സ്വാഭാവികമായും അവയ്ക്ക് നൽകേണ്ട പരിചരണവും അതുപോലെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തിയാൽ ഈ പശു അവിടെ നിലനിൽക്കില്ല, അല്ലെങ്കിൽ ഇത്രയും പാല് ലഭിക്കില്ല. അപ്പോൾ അത്രയും നല്ല പശുക്കൾക്കുണ്ടാകുന്ന പശുക്കുട്ടികളും അതുപോലെ തന്നെയാണ്. അവയുടെ ജനിതക മേന്മ വളരെ മെച്ചമാണ്, ഉൽപാദന ശേഷി വളരെ അധികമാണ്. അപ്പോൾ അവയെ ചെറുതിലേ മുതൽ തന്നെ നല്ല പരിപാലനം കൊടുത്ത് സംരക്ഷിച്ച് വന്നാലേ യഥാസമയം അത് നല്ല പശുക്കളായി മാറുകയും അവയുടെ ജനിതക ശേഷിക്കനുസരിച്ചുള്ള പാല് നമുക്ക് തരികയും ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് കന്നുകുട്ടികളുടെ ശാസ്ത്രീയ പരിപാലനത്തിൻ്റെ പ്രസക്തി. മാന്യപ്രേക്ഷകർക്ക് ഇതുപോലെ നിരവധി സംശയങ്ങൾ കാണും. എക്സ്പേർട്ടിനോട് ചോദിക്കാം. നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ചോദിക്കുന്ന നമ്പർ താഴെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ദയവേത് ഫോൺ ചെയ്ത് സംശയങ്ങൾ ചോദിക്കുക. സർ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കന്നുകുട്ടിയുടെ ജനിക്കുന്നത് അമ്മയുടെ ഗർഭത്തിലാണല്ലോ. ഭ്രൂണ അവസ്ഥയിൽ തന്നെ ഒരു കന്നുകുട്ടി ജനിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ആ സമയം തൊട്ടേ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കന്നുകുട്ടിക്ക്. എന്തെല്ലാം പരിപാലന മുറകളാണ് അമ്മയ്ക്ക് നൽകേണ്ടത് കുട്ടിയുടെ നല്ല ആരോഗ്യത്തിനായിട്ട്? പശുക്കുട്ടിയെ സംബന്ധിച്ച് ഗർഭാവസ്ഥയിൽ അതിൻ്റെ ഏറ്റവും വേഗത്തിലുള്ള വളർച്ച ഉണ്ടാകുന്നത് ഗർഭത്തിൻ്റെ അവസാനത്തെ 3 മാസങ്ങളിലാണ്. സാധാരണ കണ്ടുവരുന്നത് നല്ല പരിപാലനം ലഭിക്കാത്ത തള്ളപ്പശുക്കൾ ഈ സമയത്ത് ക്ഷീണിച്ച് പലതും എണീറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വീണു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് തള്ളയ്ക്ക് സാധാരണയിൽ കൊടുക്കുന്നതിലും അധികമായ ആഹാരം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പശുക്കുട്ടി അല്ലെങ്കിൽ കന്നുകുട്ടിയെ സംബന്ധിച്ചുള്ള ശ്രദ്ധ അവിടെ വേണ്ടി വരുന്നത്, കന്നുകുട്ടികൾ ജനിച്ച ശേഷം അവയുടെ വളർച്ചയ്ക്ക്
തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് വിരകളാണ്. ഈ വിരകൾ ഗർഭാവസ്ഥയിൽ തന്നെ അമ്മയിൽ നിന്നും പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ള പിള്ളയെ തള്ളയുമായി ബന്ധിപ്പിക്കുന്ന ഘടകം അതുവഴി ഈ വിരകൾ പശുക്കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ തള്ളപ്പശു ഗർഭിണിയായിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ തള്ളപ്പശുവിന് വിരമരുന്ന് കൊടുക്കുന്നത് ആ പശുക്കുട്ടി ജനിച്ചതിന് ശേഷം വിരശല്യം ഉണ്ടാകുന്നതിനെ കുറയ്ക്കുന്നതിന് നല്ല രീതിയിൽ സഹായിക്കും. അതുമാത്രമല്ല, തള്ളപ്പശുവിന് പ്രസവശേഷം സാധാരണ ഉണ്ടാകുന്നതിലും കൂടുതൽ പാല് ഇങ്ങനെ വിരമരുന്ന് നേരത്തെ നൽകിയാൽ പാലുൽപാദനത്തിലും വ്യത്യാസമുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. സർ, ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ കൃഷിദർശനിലേക്ക് സ്വാഗതം. കൃഷിദർശനിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ശ്രീജിത്ത് ആണ്, പൂജപ്പുരയാണ്. ഓക്കെ മിസ്റ്റർ ശ്രീജിത്ത്, പറഞ്ഞോളൂ. മാഡം, ഞാൻ വിളിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കന്നുകാലിക്ക് അപ്പൊ നമ്മളൊരു ഫാം ഹൗസ് ആയിട്ട് തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് എന്തെങ്കിലും സബ്സിഡി ഉണ്ടോ, സബ്സിഡി സ്കീംസുകളുണ്ടോ? അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഏതിനം കന്നുകാലികളാണ് നമുക്ക് കൂടുതലും ഈ പാല് കിട്ടുന്ന രീതിയിൽ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് തുടങ്ങാൻ പറ്റുന്നത് എന്ന് ഒന്ന് പറഞ്ഞറിഞ്ഞാൽ കൊള്ളായിരുന്നു മാഡം. സാർ ഓക്കെ സാർ പറയും. നമുക്കൊരു ഫാം തുടങ്ങുന്നതിനുള്ള സബ്സിഡി അതുപോലുള്ള പദ്ധതികൾ ഇപ്പോൾ എല്ലാ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് കൂടുതലും നടപ്പാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ ഏറ്റവും അടുത്തുള്ള സർക്കാർ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ പൂജപ്പുര തിരുവനന്തപുരം കോർപ്പറേഷനിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ സാമ്പത്തിക വർഷം അവിടെ നടപ്പാക്കുന്നുണ്ടോ എന്ന് ആരായുന്നതായിരിക്കും അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ടാമത്തെ വിഷയം, കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള സർക്കാർ മൃഗാശുപത്രിയിലോ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. മൃഗാശുപത്രി ഈ കോർപ്പറേഷൻ മൃഗാശുപത്രി വഴി അവരുടെ പദ്ധതികളുടെ ആനുകൂല്യം നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഈ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാർ, ഇപ്പൊ നമ്മൾ ഒരു ഫാം ഹൗസ് തുടങ്ങണമെങ്കിൽ അല്ല എത്ര പശുക്കൾ വേണ്ടി വരും സാർ? ഇപ്പൊ അതുപോലെ ഏത് ഇനം കന്നുകാലികളായിരിക്കും, ഏത് ഇനം പശുക്കളായിരിക്കും നമുക്ക് കൂടുതലും പ്രയോജനപ്പെടുക? എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് സാറിന് ചോദിക്കാൻ കാര്യം. പറഞ്ഞു തരാം. ഇപ്പൊ ഈ വക കാര്യങ്ങൾ നമുക്കൊരു ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ല. ഇപ്പൊ താങ്കളുടെ സ്ഥല ലഭ്യത, താങ്കളുടെ സാമ്പത്തികമായിട്ട് എത്രമാത്രം മുതൽ മുടക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് ചെയ്യാവുന്നത്, ഇവിടെ വളരെ അടുത്ത് തന്നെ കുടപ്പനക്കുന്നിൽ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രമുണ്ട്. അത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള പരിശീലന പരിപാടി നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അപ്പോൾ ഒരു ഫാം എങ്ങനെ തുടങ്ങാൻ പറ്റും, അതേത് രീതിയിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും, താങ്കളുടെ സാഹചര്യം വെച്ചിട്ട് ഏത് ഇനം പശുക്കളെ ആയിരിക്കും അവിടെ ഉചിതമായിട്ട് വളർത്താൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശീലനം ലഭിച്ചതിന് ശേഷം മാത്രം ഫാം തുടങ്ങുന്നതിലേക്ക് പോകുന്നതാണ് നല്ലത്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് കാർഷിക വാർത്തകൾ വരുന്നുണ്ട്. മിസ്റ്റർ ശ്രീജിത്ത്, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാർഷിക വാർത്തകൾ വരുന്നുണ്ട്. അതിലിതുപോലെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക. ഇതുപോലെ നിരവധി സ്കീമുകളുടെ കാര്യവും സബ്സിഡിയുടെ കാര്യവും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സാർ അത് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും അറിയാൻ കഴിയും. സാർ വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സാർ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കന്നുകുട്ടി ജനിച്ച് അതിൻ്റെ ഭ്രൂണാവസ്ഥയിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒരു കന്നുകുട്ടി ജനിച്ചാൽ ഉടനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് നോക്കാനുള്ളത് അതിന് ശ്വാസോച്ഛ്വാസം ശരിയായി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ പ്രസവ സമയത്ത് ഒരു പക്ഷേ ഇതിൻ്റെ നാസാദ്വാരങ്ങളിൽ ഈ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മസ്തരം കടന്നു കയറിയിട്ട് ശ്വാസ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ കാര്യമാണ്, ഈ പശുക്കുട്ടി അതിൻ്റെ പിൻകാലുകളിൽ തൂക്കിയെടുത്ത് ഒന്ന് കുടയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വീശുകയാണെങ്കിൽ തന്നെ ആ മൂക്കിനകത്ത് കടന്നുകൂടിയിട്ടുള്ള അത്തരം സ്രവങ്ങൾ മാറിക്കിട്ടും. അത് ശരിയായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ
കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന അതുവരെ നമുക്ക് വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വേണ്ടി വരുള്ളൂ. പക്ഷേ അത് നമ്മൾ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. രണ്ടാമത് വരുന്നത് ഇതിൻ്റെ പൊക്കിൾക്കൊടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പശു പ്രസവിച്ച് ആ പശു തൊഴുത്തിൽ നിലത്ത് തന്നെയാണ് ഈ പശുക്കുട്ടി വീഴുന്നതും കിടക്കുന്നതും. അപ്പോൾ ഈ പൊക്കിൾക്കൊടി അവിടെയുള്ള അഴുക്കും രോഗാണുക്കളുമായി സമ്പർക്കത്തിൽ വരികയും ആ പൊക്കിൾക്കൊടിയിൽ കൂടെ ഈ രോഗാണുക്കൾ അതിൻ്റെ ശരീരത്തിനകത്ത് കടന്നു കയറി മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് ഇടയാകാം. അതോടൊപ്പം തന്നെ ഈ പൊക്കിൾക്കൊടി മുറിഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ അളവിലെങ്കിലും രക്തം ഒഴുകി പോകുന്നതിനും ഇടയാകാം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ശരീരത്തിൽ നിന്ന് കന്നുകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം 1 ഇഞ്ച് നീളം കഴിഞ്ഞതിന് ശേഷം 2 കെട്ടുകൾ വൃത്തിയുള്ള ചരട് കൊണ്ട് 1 ഇഞ്ച് ഇടവിട്ടുള്ള 2 കെട്ടുകൾ കെട്ടിയതിന് ശേഷം ആ പൊക്കിൾക്കൊടി വൃത്തിയുള്ള അല്ലെങ്കിൽ അണുനാശനം ചെയ്ത ഒരു ബ്ലേഡ് കൊണ്ടോ കത്രിക കൊണ്ടോ മുറിച്ച് മാറ്റുന്നത് നല്ലതാണ്. അതിനുശേഷം ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പൊക്കിൾക്കൊടിയുടെ അറ്റം നമുക്ക് അണുനാശനം ചെയ്യണം. അതിന് ടിഞ്ചർ അയഡിൻ ലായനി ഉപയോഗിക്കാം. ഒരുപക്ഷെ മറ്റൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന അണുനാശിനികളായ ഡെറ്റോളോ അതുപോലെയുള്ള ലായനികൾ, പോവിഡോൺ, അയഡിൻ, ഇതൊക്കെ ഇന്ന് വളരെ സുലഭമായി ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരു പശു പ്രസവിക്കാറായെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അണുനാശിനി ടിഞ്ചർ അയഡിനോ പോവിഡോൺ അയഡിനോ അതെല്ലാം ഒന്ന് കരുതുന്നത് നല്ലതാണ്. സർ, നമുക്കൊരു കോളർ ലൈനിലുണ്ട്, അതിനുശേഷം നമുക്ക് ബാക്കി തുടരാം. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. പശുവിന് സാറിന്റെ പേരെന്താണോ? വിരയ്ക്ക് മരുന്ന് കൊടുത്താൽ കുട്ടിക്ക് വിര കുറയുമെന്ന് പറയുന്നു. അതേമാതിരി ആടിന് എത്ര മാസം കഴിഞ്ഞ് വിരയ്ക്ക് മരുന്ന് കൊടുക്കണം? സാറിന്റെ ചോദ്യം ക്ലിയർ ആയില്ല. സാറിന്റെ പേരും സ്ഥലവും കേട്ടില്ല. തങ്കപ്പൻ തലയോലപ്പറമ്പ. ഓക്കെ ഓക്കെ ഓക്കെ, തങ്കപ്പൻ തലയോലപ്പറമ്പ്. ചോദ്യം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. മാസം കഴിയുമ്പോൾ കന്നുകുട്ടിക്ക് വിര കൊടുക്കുന്നത്, നമുക്ക് വിരയ്ക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വിര ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതേമാതിരി ആടിനായാൽ എത്ര മാസം കഴിഞ്ഞ് മനസ്സിലായി വിരയ്ക്ക് മരുന്ന് കൊടുത്താൽ ആ കുട്ടിക്ക് ഗുണമുണ്ടാവും? ശരി സർ, പറയും. എക്സ്പേർട്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം പശുക്കുട്ടി കന്നുകുട്ടിയാണെങ്കിലും ആടിന്റെ കാര്യം പറയാം. ആടിനെ സംബന്ധിച്ച് ഇവിടെ വോളിയം ഒന്ന് കുറച്ചാട്ടെ, എക്കോ വരുന്നു തോന്നുന്നു. ഓക്കെ, ആടിനെ സംബന്ധിച്ച് തള്ളയാട് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ വിരമരുന്ന് കൊടുത്തുള്ള ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് അറിയില്ല. പക്ഷേ ആട്ടിൻകുട്ടികൾക്ക് വിരബാധ ഉണ്ടാകാം, അതിന് പ്രശ്നങ്ങളും വരാം. പശുക്കുട്ടിയിലും ആട്ടിൻകുട്ടിയിലും ഉണ്ടാകുന്ന വിരകൾ വ്യത്യസ്തമാണ്. അത് ആടായാലും പശുക്കുട്ടിയായാലും ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ വിരമരുന്നുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ കൂടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രീതി എന്ന് പറയുന്നത് പശുക്കുട്ടിക്ക് മാസം തോറും വിരമരുന്ന് നൽകുക, ആടിനായാലും മാസം തോറും നൽകുക, അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം ശുപാർശ ചെയ്യപ്പെട്ടിരുന്നു. കർഷകരും അത് അവലംബിച്ചിരുന്നു. ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഏറെക്കുറെ 2 ആഴ്ച സമയത്ത് ഒരു പ്രാവശ്യം വിരമരുന്ന് കൊടുക്കുക. അതിനുശേഷം വിരബാധയുടെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ, വിളർച്ച, വയറിളക്കം, ക്ഷീണം, ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതിൻ്റെ ചാണകം പരിശോധിച്ച് വിരബാധ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, വിരബാധ ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ മാത്രം വിരമരുന്ന് കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. അപ്പോൾ തള്ളയാടിന് വിരമരുന്ന് കൊടുക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു അദ്ദേഹം ചോദിച്ചത്. തള്ളയാടിന് വിരമരുന്ന് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ടുള്ള തള്ളയാടിൻ്റെ ആ പാലുൽപാദനത്തിലോ മറ്റുള്ള ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. സാറിൻ്റെ സംശയം ക്ലിയർ ആയെന്ന് തോന്നുന്നു. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സാർ. അപ്പോൾ നമ്മൾ അതിൻ്റെ പൊക്കിൾക്കൊടി എങ്ങനെയാണ് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു സംശയം, പ്രസവം കഴിഞ്ഞ് ഒന്നുകിൽ തള്ള ചത്തുപോയാലോ അല്ലെങ്കിൽ കുട്ടിയെ നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഫാം പോലുള്ള സാഹചര്യങ്ങളിൽ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പാലിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും?
എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് പശുക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കന്നിപ്പാൽ അതിന് നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. പശു പ്രസവിച്ച് കഴിഞ്ഞ് പശുക്കുട്ടി അതിന് എണീറ്റ് പാല് കുടിക്കാൻ ഉള്ള അവസ്ഥ ആയിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കന്നിപ്പാൽ നൽകണം. കന്നിപ്പാൽ പശുവിൻ്റെ അകിടിൽ നിന്ന് ആദ്യം വരുന്ന പാല്. ഈ പശുക്കുട്ടിക്ക് ഒരുപാട് സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാൻ ആവശ്യമായ പല ഘടകങ്ങളും കന്നിപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കൊടുക്കണം, എത്രയും പെട്ടെന്ന് അതിനെ കുടിപ്പിക്കണം. അത് നൽകിയില്ല എങ്കിൽ പിന്നൊരിക്കൽ നൽകിയിട്ട് കാര്യമില്ല. അത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് വൈകിട്ട് ആണ് നൽകുന്നതെങ്കിൽ എത്ര വൈകുമോ അത്രത്തോളം അതുകൊണ്ടുള്ള പ്രയോജനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സർ, നമുക്കൊരു കോളർ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് തുടരാം. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്റെ പേര് ജെന്നി. ഞാൻ കാലടിയിൽ നിന്ന് വിളിക്കുന്നു. കാലടി മാണിക്യമംഗലം. ഓക്കെ സാർ, പറയണം, ചോദ്യം ചോദിച്ചു. ഇപ്പൊ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒരു ഫാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഈ കന്നുകുട്ടികൾക്ക് നമ്മൾ മെയിൻ ആയിട്ട് അതിനെ തുടർന്ന് നിർത്തണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ സാർ, എക്സ്പെർട്ട് ഉത്തരം നൽകുന്നതാണ്. ഒരു ഫാമിലാണെങ്കിൽ കന്നുകുട്ടികളെ നിർത്തണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. പശുക്കുട്ടിയുടെ നല്ല ലക്ഷണങ്ങളാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഒരു പശുക്കുട്ടികളുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സെലക്ഷൻ എന്നുള്ളൊരു ഭാഗമാണ്. അതെ. പശുക്കുട്ടിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ തള്ളയുടെ ഉൽപാദന ശേഷി തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. പാലുൽപാദനം സാമാന്യം കൂടുതലായിട്ടുള്ള പശുക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഉൽപാദനശേഷി കൂടുതൽ ആയിട്ട് വരാനുള്ള സാധ്യത അധികമാണ്. അപ്പോൾ തള്ളയുടെ ആ പെർഫോമൻസ് അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്, അംഗവൈകല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആരംഭത്തിലെ തന്നെ അതിനെ ഒഴിവാക്കാം, ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്, ചില പശുക്കുട്ടികൾക്ക് പൊക്കിളിൻ്റെ ഭാഗത്ത് വീർത്തിരിക്കുന്നത് കാണാൻ പറ്റും. പൊക്കിളിൻ്റെ അവിടെ ജന്മനാ തന്നെ, ജനിച്ച ഉടനെ തന്നെ അത് പൊക്കിൾ വീർക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടുവരാം. പൊക്കിൾ അവിടെ രോഗാണുബാധ ഉണ്ടായിട്ട് പഴുപ്പുണ്ടാകുന്നതും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. അല്ലാതെ പൊക്കിളിൽ കൂടെ കുടൽ തള്ളി വരുന്ന പ്രക്രിയ, അംബലിക്കൽ ഹെർണിയ, പൊക്കിളിൽ കൂടെയുള്ള ഹെർണിയ, അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിനെയും ഒഴിവാക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും, ശസ്ത്രക്രിയയിൽ കൂടെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും ഒരു ഫാമായിട്ട് വളർത്തുമ്പോൾ അങ്ങനെയുള്ളതിനെയും ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ നോക്കുന്നത് ഇതിൻ്റെ അകിടാണ്. ഒരു പശുവിന് 4 മുലക്കാമ്പുകളാണ് വേണ്ടത്. അപ്പോൾ ഈ പശുക്കുട്ടിക്ക് 4-ൽ കൂടുതലുണ്ടെങ്കിൽ അതൊരു ഭംഗിക്കുറവ് മാത്രമല്ല, അതിനെ വളർത്തി അകിട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനെ ഒരുപക്ഷെ കറവയന്ത്രം വെച്ച് കറക്കുന്നതിനോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തടസ്സം വരും. അപ്പോൾ അവിടെയും ആ ലക്ഷണമൊത്ത 4 മുലക്കാമ്പുകളുള്ള കുട്ടികളെ മാത്രം നിർത്തിയാൽ മതിയാവും. പിന്നെ വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ കാഴ്ചയ്ക്കുള്ള ആ ഒരു ആരോഗ്യ ലക്ഷണത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. കുറേ കൂടെ വളർന്നതിനെയാണ് വാങ്ങുകയാണെങ്കിൽ കാഴ്ചയ്ക്ക് പ്രകടമായി നല്ല ആരോഗ്യമുള്ളതും ഒരു മിനുസമായ തൊലിപ്പുറം രോമങ്ങളുള്ളതൊക്കെ ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമുക്കൊരു ഇത്ര പ്രാഥമികമായിട്ട് പറയുമ്പോൾ ഇത്രയൊക്കെ മതിയാവും. സംശയം ക്ലിയർ ആയെന്ന് തോന്നുന്നു. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് തിരിച്ചു വരാം സാർ. കന്നിപ്പാലിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം ഒരുപക്ഷെ പാല് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം അതിനെ കുറിച്ചും പറഞ്ഞിരുന്നു. പാല് ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പാലിന് പകരം നൽകാവുന്ന ഉൽപ്പന്നങ്ങൾ, മിൽക്ക് റീപ്ലേസറുകൾ എന്നാണ് ഇതിനെ പറയുന്നത്, ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ലഭ്യമായതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു അറേഞ്ച്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നില്ല. മിക്കവാറും എല്ലായിടത്തും തന്നെ ഇത് ലഭ്യമാണ്. പക്ഷേ പാലിന് പകരം എന്തെന്നുള്ളതിനെ ആലോചിക്കുമ്പോഴും എത്രമാത്രം പാല് കൊടുക്കണം എന്നത് അറിയുന്നത് പ്രയോജനമായിരിക്കും. ഒരു പശുക്കുട്ടിയുടെ ആദ്യ മാസം അല്ലെങ്കിൽ ആദ്യത്തെ പ്രായത്തിൽ
അതിൻ്റെ ശരീരഭാരത്തിൻ്റെ ഏകദേശം 10% തൂക്കം വരുന്ന അളവ് പാല് അതിന് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പശുക്കുട്ടി ഒരു 25 കിലോ ഭാരമുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം 2.5 കിലോ അല്ലെങ്കിൽ ഏകദേശം വളരെ റഫായിട്ട് പറഞ്ഞാൽ 2.5 ലിറ്റർ പാല് അതിന് ലഭ്യമാക്കണം. അത് ഒരു 2 മാസം 3 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. ആ 10-1 എന്നുള്ളത് ക്രമേണ കുറച്ച് 20-1 ആക്കാനും ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും പാലുകൂടി മതിയാക്കാനുമൊക്കെ കഴിയും. എങ്കിലും ആരംഭത്തിൽ ലഭിക്കുന്ന പാലിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ അളവ് കുറഞ്ഞു പോയാൽ ഇതിൻ്റെ ആരംഭത്തിലേ ഉള്ള ആ നല്ല വളർച്ചാ തോത് മുരടിച്ചു പോകുന്നതിന് ഇടയാകും. സാർ, ഇപ്പോൾ പാല് കൂടാതെ ഇനി അത് വളർന്നു വരുമ്പോൾ എന്തൊക്കെ തീറ്റ കൊടുക്കാം? കരാഹാരം എന്ത് കൊടുക്കാം? പുല്ല് എത്ര കൊടുക്കാം? ഏത് പ്രായത്തിൽ നമുക്ക് കൊടുത്തു തുടങ്ങാം എന്നുള്ളതൊന്ന് വിശദീകരിക്കാം. ഈ ഖരാഹാരം കൊടുക്കുന്നതിൽ കണ്ടുവരുന്ന ഒരു അപാകത, ഒരു തൊഴുത്തിൽ 4-5 പശുക്കൾ നിൽക്കുന്നു, അതിലൊരു പശു പ്രസവിച്ചു, ഒരു പശുക്കുട്ടി ഉണ്ടായി. മറ്റ് പശുക്കൾക്ക് കൊടുക്കുന്ന അതേ തീറ്റ അല്ലെങ്കിൽ അതേ ഖരാഹാരം തന്നെ ഈ പശുക്കുട്ടിക്കും കൊടുക്കുന്ന പ്രവണത ചിലയിടത്തെങ്കിലും കാണാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ വാങ്ങുന്ന കാലിത്തീറ്റയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം പശുക്കൾക്ക് നൽകുന്ന കാലിത്തീറ്റ അത് രൂപപ്പെടുത്തിയിരിക്കുന്ന അത് പ്രത്യേക രീതിയിലാണ്. അതിനകത്ത് ചെറിയൊരംശം യൂറിയ ചേർക്കാറുണ്ട്. യൂറിയ പശുക്കളെ സംബന്ധിച്ച് ഒരു ദോഷവും ചെയ്യില്ല. പശുക്കൾക്ക് ആ യൂറിയയിലുള്ള നൈട്രജനെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് ആ പശുവിൻ്റെ പാലുൽപാദനത്തിനും ശരീര നിലനിൽപ്പിനും ആവശ്യമായ മാംസ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരു പശുക്കുട്ടി യൂറിയ അടങ്ങുന്ന ഈ ആഹാരം കഴിച്ചാൽ അതിന് ദോഷം ചെയ്യും. കാരണം അതിൻ്റെ ആമാശയത്തിൽ അത്തരം സംവിധാനങ്ങളൊന്നും ആ സമയത്ത് വികസിച്ചിട്ടുണ്ടാവില്ല. ഈ യൂറിയ അതിന് ദോഷം ചെയ്യുകയുള്ളൂ, യാതൊരുവിധ ഗുണവും ചെയ്യില്ല. അതുകൊണ്ട് പശുവിന് കൊടുക്കുന്ന കാലിത്തീറ്റ പശുക്കുട്ടിക്ക് കൊടുക്കരുത്. പശുക്കുട്ടിക്ക് കൊടുത്ത് തുടങ്ങുന്നതിന് കാഫ് സ്റ്റാർട്ടർ തീറ്റ എന്ന പേരിൽ ഇപ്പോൾ കമ്പോളത്തിൽ ലഭ്യമാണ്. ഒരുപക്ഷെ കോഴിക്കുഞ്ഞൊക്കെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. അതിന് സ്റ്റാർട്ടർ തീറ്റ ഉണ്ട്, ഗ്രോവർ തീറ്റ ഉണ്ട്, ഫിനിഷർ തീറ്റ വേറെയുണ്ട്, ഇറച്ചിക്കോഴി വളർത്തുക. അതുപോലെ തന്നെ പശുക്കുട്ടിക്ക് സ്റ്റാർട്ടർ തീറ്റ പ്രത്യേകിച്ച് വാങ്ങി നൽകുന്നതിന് ശ്രദ്ധിക്കണം. അത് ഒരു മാസം പ്രായമാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു ദിവസം ഒരു 50 മുതൽ 100 ഗ്രാം തീറ്റ അതിന് നൽകാം. അത് കഴിക്കുന്നതിനനുസരിച്ച് ഏകദേശം 100 ഗ്രാം വരെയൊക്കെ തന്നെ കൊടുക്കാൻ പറ്റും ആദ്യത്തെ മാസത്തിൽ. രണ്ടാമത്തെ മാസം വരുമ്പോൾ വീണ്ടും ഒരു 100 ഗ്രാം കൂടെ, ഏകദേശം ഒരു 200 ഗ്രാം തീറ്റ ഈ സ്റ്റാർട്ടർ തീറ്റ നമുക്ക് നൽകാൻ പറ്റും. അത് മൂന്നാമത്തെ മാസമാകുമ്പോൾ ഏകദേശം ഒരു 350-400 ഗ്രാം തീറ്റ നൽകാൻ പറ്റും. നാലാമത്തെ മാസമാകുമ്പോൾ അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ നമുക്കതൊരു 700 ഗ്രാമൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഒരു 5 മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിക്ക് ഏകദേശം 1 കിലോഗ്രാം സ്റ്റാർട്ടർ തീറ്റ കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അത്രയും ആവശ്യമാണ്. സർ, ഇതോടൊപ്പം പുല്ല് കൊടുക്കാമോ? പുല്ല് കൊടുത്തു തുടങ്ങാമോ? പുല്ലും ഒരുപക്ഷെ തള്ളപ്പശുവിന് കൊടുക്കുന്ന പുല്ല് കൊടുക്കുന്നത് അഭികാമ്യമാണ്. പുല്ല് കടിച്ച് തുടങ്ങുന്നതും ആ പുല്ല് കടിച്ച് തുടങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ ആമാശയത്തിൽ പുല്ല് ദഹിപ്പിക്കാനുള്ള സംവിധാനം വികസിച്ച് വരികയും ചെയ്യും. അപ്പോൾ പുല്ല് തള്ളപ്പശുവിനും കുട്ടിക്കും ഒരുപോലെ കൊടുക്കാം. അതിന് കഴിയുന്നതേ അത് കഴിക്കുകയുള്ളൂ, ആവശ്യമില്ല കഴിക്കില്ല. പക്ഷേ തീറ്റ അങ്ങനെ കൊടുക്കാൻ പാടില്ല, പ്രത്യേകം തീറ്റ തന്നെ കൊടുക്കണം. സർ, ഇത് ലഭിച്ചില്ലെങ്കിലോ? കാഫ് സ്റ്റാർട്ടർ ചില സമയത്തൊക്കെ മാർക്കറ്റിൽ ലഭിച്ചില്ലെങ്കിൽ വേറെ എന്ത് കൊടുക്കാൻ? കാഫ് സ്റ്റാർട്ടർ ലഭിക്കാത്ത സാഹചര്യത്തിൽ വിഷമിക്കാനൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു സാധനമാണ് തേങ്ങാപ്പിണ്ണാക്ക്. നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ എണ്ണ ആട്ടുന്ന മില്ലുകളും ചെക്കുകളും ഒക്കെ ഉണ്ട്. അവിടെ ഏറ്റവും സംശുദ്ധമായ തേങ്ങാപ്പിണ്ണാക്ക് കിട്ടും, അത് കൊടുക്കാം. കടലപ്പിണ്ണാക്ക് താരതമ്യേന മാംസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ്, അതും കൊടുക്കും. അങ്ങനെയുള്ള നമുക്ക് സാധാരണ ലഭിക്കുന്ന പിണ്ണാക്ക് വർഗ്ഗങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ അടുത്തത് നമുക്ക്
വിരശല്യം അകറ്റാനായിട്ട് വിരമരുന്ന് കൊടുക്കുന്ന കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. സർ, അതൊന്നും കൂടെ ഒന്ന് വിശദീകരിക്കാം. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണെന്ന് തോന്നുന്നു നൽകിയത്. അത് അതിൽ എന്ത് മരുന്ന് കൊടുക്കാം, എവിടെ നിന്ന് ലഭിക്കും, മൃഗാശുപത്രിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. വിര നിയന്ത്രണം നമ്മൾ തുടങ്ങുന്നത് തള്ളപ്പശുവിൻ്റെ ഗർഭാവസ്ഥയിൽ നിന്നാണെന്നുള്ളത് നേരത്തെ പറഞ്ഞു. തള്ളപ്പശുവിന് ഒരു 7 മാസം ഗർഭമാകുമ്പോൾ മിക്കവാറുമൊക്കെ ആ സമയത്ത് ഗർഭാവസ്ഥയിലായതുകൊണ്ട് ഗർഭത്തിന് ദോഷം വരാത്ത വിരമരുന്നുകൾ നൽകണം. അതിന് കൂടുതലായും ഫെൻബെൻഡസോൾ എന്ന വിരമരുന്നാണ് നൽകുന്നത്. മൃഗാശുപത്രികളിൽ ലഭ്യമായേക്കാം. ഒരു പക്ഷേ ഇല്ല എങ്കിൽ അത് ഡോക്ടറുടെ ഉപദേശപ്രകാരം വാങ്ങിക്കൊടുക്കേണ്ടതാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 12 ദിവസം വളരെ ഒരു ക്രൂഡായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 2 ആഴ്ച പ്രായത്തിൽ പശുക്കുട്ടിക്ക് വിരമരുന്ന് നൽകാം. ആ പ്രായത്തിൽ പശുക്കുട്ടികളിൽ ഉണ്ടാകുന്നത് കൂടുതലും ഉരുണ്ട വിരകളാണ്. അതിനുള്ള മരുന്ന് മിക്കവാറുമൊക്കെ പൈറാൻഡൽ പാമോയേറ്റാണ് ഈ സമയത്തൊക്കെ പശുക്കുട്ടിക്ക് നൽകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യാനുസരണമാണ്. എങ്കിലും 3 മാസം പ്രായമാകുമ്പോൾ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കൽ കൂടെ ഒരു ഉചിതമായ വിരമരുന്ന് നൽകാം. ഇതിനിടയിലോ അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യാനുസരണം, അതിന് വയറിളക്കമുണ്ട്, അല്ലെങ്കിൽ വിശപ്പ് കുറവുണ്ട്, വിളർച്ച കാണുന്നു, വയറ് ചാടി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിരബാധയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ചാണകം പരിശോധിച്ച് അത് ശരിക്കും വിരബാധയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള വിരമരുന്നുകൾ നൽകാം. മനുഷ്യർക്കെല്ലാം ബാലാരിഷ്ടം നമ്മൾ പറയുമല്ലോ, കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന അസുഖം. അതുപോലെ കന്നുകുട്ടികൾക്കും അസുഖങ്ങൾ വരുമല്ലോ. ഇതിനിടയ്ക്ക് നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. കോളർ എടുത്തിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ, ചോദിച്ചോളൂ. കൃഷിദർശൻ പരിപാടിയാണല്ലോ. വട്ടിയൂർക്കാവിൽ നിന്ന് സരോജിനി അമ്മ ചോദിക്കുന്നതാണ്. മാഡം പറഞ്ഞോളൂ, ചോദ്യം ചോദിച്ചോളൂ. ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു പശുവിനെ വളർത്തുന്ന ഒരു എരുത്തിലുണ്ട് കേട്ടോ. അതിന്റെ ഫ്ലോറിങ്ങിനെ കുറിച്ച് ശാസ്ത്രീയമായ രീതിയിൽ പശുവിന്റെ കുളമ്പ് രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള അതിന്റെ ഫ്ലോറിങ് എങ്ങനെയായിരിക്കണം, അതൊന്ന് ഡോക്ടറോടൊന്ന് ചോദിച്ചാൽ. ഫ്ലോറിങ് എങ്ങനെയായിരിക്കണം എന്നാണ് അറിയേണ്ടത്. കുളമ്പ് രോഗം വരാതിരിക്കാൻ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതാണെങ്കിൽ സിമെന്റും ടൈൽസ് ഒക്കെ ഇടുന്നുണ്ട്. പഴയകാല രീതിയിലുള്ള ഒരു ഫ്ലോറിങ് ഞങ്ങളുടെ പാറ പോലത്തെ ഈ റോക്ക് പോലത്തെ സാധനമൊക്കെ ഇട്ടിരുന്നത് എരുത്തില്ലേ. അപ്പൊ അത് ഇപ്പോഴുള്ള ശാസ്ത്രീയമായ രീതിയിൽ ഫ്ലോറിങ് എങ്ങനെയാണ്? പശുവിനെ സംബന്ധിച്ച് ഫ്ലോറിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് കുളമ്പ് രോഗം എന്ന് പറയുമ്പോൾ അത് വേറൊരു വളരെ വലിയൊരു വിഷയമാണ്. എന്നായിക്കോട്ടെ, ഫ്ലോറിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ പശുവിനെ അഴിച്ച് പുറത്ത് കെട്ടാനുള്ള സ്ഥലമുണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു, മിക്കവാറും എല്ലാവരും അങ്ങനെ ചെയ്യും. ഇപ്പോൾ മിക്കവാറും 24 മണിക്കൂറും പശു നിൽക്കുന്നിടത്ത് തന്നെ അവിടെ തന്നെ നിർത്തിയിരിക്കുന്നതാണ് കൂടുതലും സംഭവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒന്നാമത്തെ പ്രാധാന്യം ഈ അവിടെയുള്ള മൂത്രമായാലും മറ്റേതെങ്കിലും തരത്തിൽ പശുവിനെ കുളിപ്പിക്കുകയോ അല്ലാതെ വെള്ളം നനയുകയാണെങ്കിലും അത് അവിടെ അശേഷം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അവിടെ ഈ സാധാരണ സിമെന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള നിലമാണ് ആൾക്കാർ ചെയ്യുന്നത്. എന്നിട്ട് ഈ പശുവിന് വഴുക്കൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് തലങ്ങും വിലങ്ങും വരയും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ചരട് കൊണ്ടോ കയറ് കൊണ്ടോ അടയാളമിടും, ചതുരത്തിലൊക്കെയുള്ള അടയാളമിടും. അപ്പൊ ചതുരത്തിലുള്ള അടയാളം ഇടുമ്പോൾ ഇങ്ങനെ നീളത്തിൽ വരുന്ന വരകളിൽ അകപ്പെടുന്ന വെള്ളം സുഗമമായി ഒഴുകിപ്പോകും. കുറുകെ വരുന്ന വരകളിൽ ചെറിയൊരംശമെങ്കിലും കെട്ടി നിൽക്കും. അപ്പൊ കുറുകെ വരയുന്നത് പൂർണ്ണമായും ശരിയല്ല. നീളത്തിൽ വരഞ്ഞാൽ മതിയാകും. നീളത്തിൽ വരഞ്ഞതിന് ശേഷം ഈ തെങ്ങിന്റെ ഓല ഇലക്കുകൾ ഏത് രീതിയിലാണോ ഓലയിൽ ആ നടുക്കുള്ള മടലിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്, വി ഷേപ്പിലേക്ക്, അങ്ങനെ നമുക്ക് താഴോട്ട് വരച്ചു വിടാം. അപ്പോ ഈ വെള്ളം അശേഷം കെട്ടി നിൽക്കാതെ പോകും. പിന്നെ വേറൊരു വിഷയം വരുന്നത്, ഇപ്പോഴുള്ള പശുക്കളെല്ലാം വലിയ പശുക്കളാണ്. അതിന്റെ ശരീരഭാരം വളരെ കൂടുതലാണ്.
പണ്ട് നാടൻ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 200 കിലോഗ്രാം ഒക്കെ പരമാവധി കാണുള്ളൂ. പിന്നെ ഒരു 300 കിലോഗ്രാമിൻ്റെ പശുക്കളായി. ഇപ്പോൾ ഒരു 500 കിലോഗ്രാം ഭാരമുള്ള പശുക്കളൊക്കെ സർവ്വസാധാരണമാണ്. ഈ ശരീരഭാരം കൂടിയ പശുക്കൾ ഒരേ നിൽപ്പ് നിൽക്കുമ്പോൾ അതിൻ്റെ കുളമ്പിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. രണ്ട് കുളമ്പിൻ്റെ ഇടയ്ക്കായിട്ട് വളർന്ന് വീക്കം ഉണ്ടാവുക, കുളമ്പിന് തേയ്മാനം ആവശ്യത്തിന് ലഭിക്കാതെ കുളമ്പ് അമിതമായിട്ട് വളരുക, ഇങ്ങനെ പല പ്രശ്നവുമുണ്ട്. അപ്പൊ ഇതിന് ഈ കുളമ്പിന്റെ ആ മാംസം വളർന്ന് ഇറങ്ങാതിരിക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധി വരെ ഇപ്പൊ കിട്ടുന്ന റബ്ബർ മാറ്റുകൾ, തൊഴുത്തിൽ തറയിൽ പാകുന്നതിനുള്ള റബ്ബർ മാറ്റുകൾ നമുക്ക് ലഭിക്കും. അത് ഉപയോഗിക്കുന്നത് വളരെ ആശ്വാസം നൽകുന്നുണ്ട്. മാഡത്തിന്റെ സംശയം ക്ലിയർ ആയെന്ന് തോന്നുന്നു. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക സാർ. അപ്പം നമ്മൾ കന്നുകുട്ടികളുടെ അസുഖത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചു വന്നത്. ചെറുതിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം? സാധാരണയായിട്ട് നമ്മൾ കാണുന്ന വയറിളക്കം, അതുപോലെ രോമം കൊഴിച്ചൽ, ഇതുപോലെ വേറെ എന്തൊക്കെ അസുഖങ്ങൾ വരാം? എന്താണ് കാരണം? എന്ത് പ്രതിവിധിയാണുള്ളത്? പശുക്കുട്ടികളിൽ ഒരുപക്ഷെ ഏറ്റവും ചെറിയ പശുക്കുട്ടികൾ ജനിച്ച് ആദ്യ ദിവസങ്ങളിൽ കണ്ടുവരുന്ന പ്രധാനമായൊരു രോഗം വയറിളക്കം തന്നെയാണ്. അത് രക്തം കലർന്നുള്ള വയറിളക്കം ഉണ്ടാകാറുണ്ട്, അല്ലാത്ത വയറിളക്കവും ഉണ്ടാകാറുണ്ട്. അത് പ്രത്യേകതരം ബാക്ടീരിയ, രോഗാണുക്കൾ ഉള്ളിൽ കടക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിന് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അത് ചത്തുപോകും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം വന്നാൽ ശരിയായ ചികിത്സ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് പശുക്കുട്ടിക്കും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വയറിളക്കം പെട്ടെന്ന് മാറുന്നില്ല എങ്കിൽ അതിന് തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മരുന്നുകൾ നൽകണം. ചിലപ്പോൾ പ്രത്യേക ഗുളികകളോ ദ്രാവക രൂപത്തിലുള്ള മരുന്നുമൊക്കെ നൽകേണ്ടി വരും. വയറിളക്കം വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ദ്രാവകങ്ങൾ ഡ്രിപ്പായിട്ട് നൽകേണ്ടി വരും. അത് സാധാരണ മനുഷ്യർക്ക് വരുന്ന വയറിളക്കം ചികിത്സിക്കുന്നത് പോലെ തന്നെയാണ്. സാർ, നമുക്കൊരു കോളർ ലൈനിലുണ്ട്, അതിനുശേഷം നമുക്ക് തുടരാം. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. മുബാറക്കാണ്, പാലക്കാട്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. പിന്നെ നമ്മൾ ചെറിയ ഒരു ഫാം ഹൗസ് തുടങ്ങാനുള്ള പ്ലാനിങ് ഉണ്ട്. കേൾക്കാം, ചോദിച്ചോളൂ. കോളർ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു സാർ. അദ്ദേഹം ഫാം ഹൗസിൻ്റെ കാര്യം പറഞ്ഞു, ചോദ്യം പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. സാർ പറഞ്ഞുകൊണ്ടിരുന്നത് വയറിളക്കത്തിന് ചികിത്സയാണ്. ഇനി അടുത്തത് മുടി കൊഴിച്ചിലായിരുന്നു അടുത്ത ഒരു പ്രശ്നം. പശുക്കുട്ടികൾക്ക് മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. പലപ്പോഴും അത് വിരശല്യമാണെന്നുള്ള ഒരു ധാരണയിൽ വിരമരുന്ന് ആ സമയത്ത് കൊടുക്കുന്നതുകൊണ്ട് വിരശല്യമാകാം. പൊതുവെ ചില ധാതുക്കളുടെ കുറവ്, പ്രത്യേകിച്ചും സിങ്കിൻ്റെ അംശം അതൊക്കെ കുറയുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ വരാം. അപ്പോൾ അവിടെ ഒരു ധാതു ലവണ മിശ്രിതം, അതോടൊപ്പം വിറ്റാമിൻ ടോണിക്കുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അവിടെ കുറച്ചും കൂടെ ഉചിതമായി വരുന്നത്. അതോടൊപ്പം ചാണക പരിശോധനയും വിരയില്ല എന്ന് ഉറപ്പാക്കുന്നതും ഉചിതമാണ്. പിന്നെ അടുത്തത് വേറെ പ്രധാനപ്പെട്ട സംശയം എനിക്കുള്ളത് വാക്സിനേഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഡിഫ്തീരിയയുടെ ഔട്ട്ബ്രേക്ക് ഒക്കെ വന്നപ്പോൾ വാക്സിനേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ എന്തെല്ലാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ കന്നുകുട്ടികൾക്ക് ചെയ്യാൻ കഴിയും? നിർബന്ധമായിട്ട് ചെയ്യാനുള്ളത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൊതുവെ ഒരു 4 മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പേ ഈ ചെറുപ്രായത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടെ ഓർമ്മ വരുന്നു, അത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കന്നുകുട്ടികളിൽ, ഈ ചെറിയ കന്നുകുട്ടികളിൽ ഒരു ജനിച്ച് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പൊക്കിളിൻ്റെ ഭാഗത്ത് വീക്കം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞത് ഹെർണിയ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. അല്ലാതെ തന്നെ ഈ പ്രസവിച്ച് പൊക്കിൾക്കൊടി ഉണങ്ങുന്നതിന് മുമ്പ് ഈച്ച അവിടെ വന്നിരുന്ന് മുട്ടയിട്ട് ഈച്ചയുടെ മുട്ട വിരിഞ്ഞ് പുഴു ഉണ്ടായി ഈ പുഴുക്കൾ അതിനകത്ത് വളർന്ന് അങ്ങനെ അതൊരു വലിയ വ്രണമായിട്ട് മാറാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ അത് പൊക്കിൾ ഇങ്ങനെ വീങ്ങി വളരെ വലിപ്പത്തിലിരിക്കുന്നത് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഒരു ദ്വാരവും അതിനകത്ത് പുഴു നിറഞ്ഞിരിക്കുന്നതും അത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അത് ശരിയായ ചികിത്സ ആവശ്യമുള്ളതാണ്. അപ്പോൾ പൊക്കിൾ വീങ്ങിയിരുന്നാൽ അതിനെ അവഗണിക്കരുത്. ഒരുപക്ഷെ ഇതുപോലെ അതിനകത്ത് പുഴുക്കൾ നിറഞ്ഞിരിക്കാം. അല്ലാതെ തന്നെ ചിലപ്പോൾ അകത്ത് പഴുപ്പ് കെട്ടി പുറമേ ദ്വാരമൊന്നും ഉണ്ടാകണമെന്നില്ല, അങ്ങനെയും വീക്കം ഉണ്ടാകാം. കാരണം അത് പ്രസവ സമയത്ത് അഴുക്ക് പറ്റുന്നതോ രോഗാണുക്കൾ കയറുന്നതുകൊണ്ടോ ഒക്കെ വരാം. അപ്പോൾ അത് ഈ ചെറുപ്രായത്തിലുള്ള പരിചരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സാർ, നമുക്കൊരു കോളർ ലൈനിലുണ്ട്.
ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, പേര് പറഞ്ഞോളൂ. ബേസിൽ, വയനാട്ടിൽ നിന്നാ വിളിക്കുന്നേ. ചോദിച്ചോളൂ. ഞങ്ങള് പശു ഇപ്പൊ 9 മാസം പ്രായമായിരുന്നു. ആയിട്ടുണ്ട്. അതെ. പക്ഷെ അതിന്റെ അകിട് വളർച്ച കുറവാ. അകിട് വളർച്ച കുറവാണ്. 9 മാസം പ്രായമുള്ള കുട്ടിയുടെ കാര്യമാണോ പറയുന്നേ? കുട്ടീന്റെ അല്ല, പശുവിന്റെ. 9 മാസമായി ഇപ്പൊ. 9 മാസം ഗർഭിണിയാണോ? 9 മാസം ഗർഭിണിയാണോ? കിടാരി 9 മാസം ഗർഭിണിയായ കിടാരിയെ കുറിച്ചാണോ പറയുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ഇതുവരെ അകിട് ഇറങ്ങിയിട്ടില്ല, അതാണ് സംശയം. സാർ പറയും. ഹലോ, കേട്ടു, ചോദ്യം കേട്ടു. അകിടിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അകിട് ആവശ്യത്തിന് വികസിച്ചിട്ടില്ല എന്നാണോ അതോ മുലക്കാമ്പുകൾ വലിപ്പമില്ല എന്നാണോ? അത് വികസിച്ചിട്ടില്ല എന്നാണ്. ഗർഭിണിയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ പ്രസവമാണ്, കുത്തിവെച്ചതാണ്. ആദ്യത്തെ പ്രസവമാണെന്ന് ചോദ്യത്തിൽ നിന്ന് ഊഹിക്കുന്നു, ശരിയല്ലേ? അതെ. അപ്പോ ഈ ആദ്യ പ്രസവം ആവുമ്പോൾ ചില പശുക്കളെ സംബന്ധിച്ച് പ്രസവത്തിന്റെ 1-2 ദിവസം മുമ്പ് മാത്രമേ അകിട് ശരിക്കും എന്താ പറയുന്നതിന് ലെറ്റിംഗ് ഡൗൺ ഓഫ് മിൽക്ക് എന്ന് പറയും, അകിട് പെട്ടെന്ന് വികസിക്കുകയുള്ളൂ. അല്ലാതെ ആ ഗർഭത്തിനനുസരിച്ചുള്ള ഒരു വികാസം ഉണ്ടാകേണ്ടതാണ്. അത് ഇപ്പോൾ എത്രമാത്രം വികസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഇല്ല എന്നുള്ളത് ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല. എങ്കിലും തീരെ അകിട് വികസിച്ചിട്ടില്ല എങ്കിൽ അതിന് ഗർഭമുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. സംശയം ക്ലിയർ ആയെന്ന് തോന്നുന്നു. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം. സർ, വേറെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും ഇത്. സർക്കാർ എന്ത് സഹായം ചെയ്യുന്നുണ്ട്? ഇതുപോലെ കർഷകർക്ക് കന്നുകുട്ടികളെ വളർത്തുമ്പോൾ വളരെ ചിലവേറിയതാണല്ലോ. ഇവർക്ക് കൊടുക്കേണ്ട തീറ്റയും പുല്ലിനും എല്ലാം വളരെയധികം ചിലവുണ്ടല്ലോ. അതിന് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് എന്തെങ്കിലും സഹായം നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ നൽകാൻ കഴിയുമോ? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഒരു പശുക്കുട്ടിയെ വളർത്തി പശുവായി മാറുന്നത് വരെ അതിനെ നിലനിർത്തുന്നത് സാമാന്യം ചിലവുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ചിലവ് ചുരുക്കൽ നടക്കും. ആ പശുക്കുട്ടിക്ക് ആവശ്യമായ പോഷകാഹാരം, മറ്റ് ശാസ്ത്രീയ പരിചരണം ഇതൊക്കെ ലഭിക്കാതെ വരും. ഒരു പരിധിവരെ അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും. ഒരുപക്ഷെ ഒരു 1.5 വയസ്സാകുമ്പോൾ ഗർഭം ധരിച്ച് ഒരു 2-2.5 വയസ്സാകുമ്പോൾ പ്രസവം നടക്കേണ്ട പശുക്കുട്ടി 2 വയസ്സായാലും ഗർഭധാരണം നടക്കാതെ അതിൻ്റെ വളർച്ചാ മുരടിപ്പും ഇങ്ങനെ ആദ്യ പ്രസവത്തിലെ പ്രായം ഇതൊക്കെ നീണ്ടു പോകുന്നു. അപ്പോൾ അങ്ങനെ പശുവിനെ ശാസ്ത്രീയമായി പരിചരിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് ശരിയായ പോഷകാഹാരം ലഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതികൾ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടി, അതാണ് ആ പദ്ധതിയുടെ പേര്. അതിൽ പലതരത്തിലുള്ള സ്കീമുകൾ നടപ്പാക്കുന്നുണ്ട്. 4 മാസം പ്രായമുള്ള പശുക്കുട്ടികളെ ഈ പദ്ധതിയിലേക്ക് വരിചേർക്കാൻ പറ്റും. അതിനുശേഷം ഇത് 30 മാസം പ്രായമാകുന്നത് വരെ ഇതിനാവശ്യമായ ഖരാഹാരം, തീറ്റ പകുതി വിലയ്ക്ക് കർഷകന് നൽകുന്നുണ്ടാവും. അപ്പോൾ ഓരോ മാസവും ഇപ്പോൾ 4-ാം മാസത്തിൽ എത്ര തീറ്റ കൊടുക്കണം, 5-ാം മാസത്തിൽ എത്ര കൊടുക്കണം, അതിനൊക്കെ ശാസ്ത്രീയമായ കണക്കുകളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് 4-ാം മാസത്തിൽ 30 കിലോഗ്രാം തീറ്റയാണ് കൊടുക്കുന്നത്. ആ 30 കിലോഗ്രാം തീറ്റയുടെ പകുതി വിലയാണ് കർഷകനിൽ നിന്ന് ഈടാക്കുന്നത്, ബാക്കി ധനസഹായമാണ്. അങ്ങനെ പരമാവധി 12,500 രൂപയാണ് നിലവിൽ സബ്സിഡിയായിട്ട് ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്നത്. ഇതിനകത്ത് ഈ പശുക്കുട്ടിയുടെ ഇൻഷുറൻസിനുള്ള ധനസഹായം വരും, അതിൻ്റെ ഉടമസ്ഥനുള്ള പരിശീലനം ഉണ്ടാവും, ഇങ്ങനെ പല ഘടകങ്ങളും. അപ്പോൾ ഇത് ശരിയായിട്ട് വിനിയോഗിക്കാം എന്നുണ്ടെങ്കിൽ ആ പശുക്കുട്ടിയെ വളർത്തി പശുവാക്കുന്നത് ഒരു ഭാരമുള്ള സംരംഭമല്ലാതായിട്ട് കർഷകന് അനുഭവപ്പെടും. അത് വളരെ വേഗം തന്നെ ഗർഭം ധരിച്ച് പശുവായി മാറുകയും ചെയ്യും. ശാസ്ത്രീയ ആശ്വാസമുള്ളൊരു പദ്ധതിയാണെന്ന് തോന്നുന്നു. ശ്രീധരൻ, നമ്മുടെ സമയം പൂർണ്ണമായി വരികയാണ്. എന്നാലും ഒരു 2 വരി എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പം പറഞ്ഞു വന്നല്ലോ ഈ പദ്ധതി, ഇതിൻ്റെ അഡീഷണൽ ഡയറക്ടറായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സാറിന് ഇതിൽ ഭാവിയിലേക്കുള്ള ഒരു സ്വപ്നം എന്താണ്? ഒരു 2 വരിയിൽ പറഞ്ഞാൽ. ഇന്ന് കേരളത്തിൽ
ഏകദേശം 5 ലക്ഷം കറവ പശുക്കളാണുള്ളത്. കന്നുകുട്ടി പരിപാലന പരിപാടി വഴി ഓരോ വർഷവും 1 ലക്ഷം പശുക്കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ഒരു 5 വർഷം കൊണ്ട് 5 ലക്ഷം മെച്ചപ്പെട്ട പശുക്കളെ, നല്ല ഉൽപ്പാദനക്ഷമതയുള്ള നല്ല പശുക്കളെ സൃഷ്ടിക്കാൻ കഴിയും. നിലവിലുള്ള പശുക്കളെ നല്ല പശുക്കൾ കൊണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നുണ്ടാവും. അതിനാവശ്യമായ പദ്ധതികൾ വിഭാവനം ചെയ്ത് സർക്കാർ അനുമതിയോടെ നടപ്പാക്കാൻ കഴിയണം എന്ന് ഞാൻ ആശിക്കുന്നു. അതിനുള്ള ശ്രമത്തിലാണ്. സർക്കാരും അതിന് ഉള്ള പദ്ധതികൾ ധാരാളം തരുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിൻ്റെ ക്ഷീരോത്പാദനം സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കൂടെ സംയുക്തമായി കഴിയട്ടെ എന്നും ഞാൻ ആശിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ സാറിൻ്റെ സ്വപ്നം എന്തായാലും സഫലമാകട്ടെ. ഏതായാലും അതിഥിയുടെ മേൽവിലാസം എല്ലാവർക്കും അറിയാൻ താല്പര്യം കാണും. അപ്പോൾ മേൽവിലാസം പറയാം. ഡോക്ടർ AS രാജൻ, അഡീഷണൽ ഡയറക്ടർ, പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടി, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9388738880. ഫോൺ നമ്പർ ഒന്നും കൂടെ പറയാം, 9388738880. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മളെ വിളിച്ച് പ്രോത്സാഹിപ്പിച്ച് എല്ലാ മാന്യ പ്രേക്ഷകരും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലെത്തി ഈ വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്തതിന് സാറിനോടും വളരെയധികം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക തൊഴിലാളികളുടെ പെൻഷൻ പരിധി വർദ്ധിപ്പിച്ചു. സുഗുണ തീറ്റപ്പുല്ല് പുറത്തിറക്കി. കന്നുകാലികളിലെ അകിടുവീക്കം നിയന്ത്രിക്കാം. കശുമാവ് തൈകൾ വിതരണത്തിന്. വാർത്തകൾ വിശദമായി. കർഷക തൊഴിലാളികളുടെ പെൻഷൻ പരിധി വർദ്ധിപ്പിച്ചു. ഇതനുസരിച്ച് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 11,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു. കൂടാതെ വരുമാന പരിധി കണക്കാക്കുന്നതിന് ഭർത്താവ്, ഭാര്യ, അവിവാഹിതരായ പ്രായപൂർത്തിയായ ആൺമക്കളുണ്ടെങ്കിൽ അവരുൾപ്പെടെയുള്ള അപേക്ഷകന്റെ വരുമാനം കൂടി കണക്കിലെടുക്കും. പെൻഷൻ വാങ്ങുന്ന ആളിന്റെ വാർഷിക വരുമാനം പെൻഷൻ അനുവദിച്ചതിന് ശേഷം ഏതെങ്കിലും സമയത്ത് 1 ലക്ഷം രൂപയിൽ കവിയുകയാണെങ്കിൽ പെൻഷന് അർഹനല്ലാതായി തീരും. ഈ ഭേദഗതികൾക്ക് 2016 ജൂൺ 23 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും. കർഷകരുടെ സഹകരണത്തോടെ അവരുടെ കൃഷിയിടങ്ങളിൽ കരിമീൻ വിത്തുൽപാദനം നടത്തി കൃഷി വിജ്ഞാന കേന്ദ്രം വഴി വിപണനം നടത്തുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. എറണാകുളം ജില്ലയിൽ 50 സെന്റിൽ കുറയാതെ ഓരോ ജലാശയങ്ങളുള്ള കർഷകർ, സ്വയം സഹായ സംഘങ്ങൾ, മറ്റു ഗ്രൂപ്പുകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. ഹൈദരാബാദ് ദേശീയ മത്സ്യകൃഷി വികസന ബോർഡിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. താൽപര്യമുള്ളവർക്ക് കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281757450. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് സങ്കര നേപ്പിയർ ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള സുഗുണ തീറ്റപ്പുല്ല് പുറത്തിറക്കി. ഹെക്ടർ 1-ന് 283 ടണ്ണോളം വിളവ് ലഭിക്കുന്ന ഈ ഇനത്തിന് രോഗങ്ങളോ കീടങ്ങളോ ബാധിക്കില്ല.
നട്ട് 70 ദിവസം കഴിയുമ്പോൾ ആദ്യ വിളവെടുക്കാം. തുടർന്ന് 45 ദിവസത്തിലൊരിക്കൽ വിളവെടുക്കാം. 2 മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന ഇവയ്ക്ക് 40-ലധികം ചിനപ്പുകൾ, നല്ല നീളമുള്ള ഇലയും വീതിയുള്ള ഇലകളും ഉണ്ടായിരിക്കും. ഈ തീറ്റപ്പുല്ല് തണ്ടൊന്നിന് 1 രൂപ നിരക്കിൽ വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ തീറ്റപ്പുല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ഈ മാസം 13-ന് കാട വളർത്തലിലും 14 മുതൽ 15 വരെ ഇറച്ചിക്കോഴി വളർത്തലിലും 18 മുതൽ 20 വരെ മുട്ടക്കോഴി വളർത്തലിലും 25 മുതൽ 26 വരെ ആട് വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ള കർഷകർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479245778. മഴക്കാലത്ത് കന്നുകാലികളിൽ കൂടുതലായി കാണപ്പെടുന്ന അകിടുവീക്കം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കുക. ചാണകവും മൂത്രവും കെട്ടിക്കിടക്കാതെ നീക്കം ചെയ്ത് ബ്ലീച്ചിംഗ് പൗഡർ 3 സ്പൂൺ 1 ബക്കറ്റ് വെള്ളത്തിൽ കലക്കി തൊഴുത്തിലും പരിസരത്തും തളിക്കുക. 1 നുള്ള് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് അകിടും മുലക്കാമ്പും വൃത്തിയായി കഴുകി തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ച് തുടച്ചതിന് ശേഷം മാത്രം കറവ നടത്തുക. കറവ കഴിഞ്ഞ് കിടാവ് പാൽ കുടിച്ചതിന് ശേഷം പോവിഡോൺ അയഡിൻ എന്ന മരുന്ന് ഉപയോഗിച്ച് മുലക്കാമ്പ് നന്നായി കഴുകുക. അകിടിൽ കുരുക്കളോ പരുക്കളോ കണ്ടാൽ ബോറിക് ആസിഡ് പൊടി വെളിച്ചെണ്ണയിൽ ചാലിച്ച് പുരട്ടണം. അകിടിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ജീവകം എ, സെലിനിയം, സിങ്ക്, ബയോട്ടിൻ എന്നിവ അടങ്ങിയ സപ്ലിമെന്റുകൾ പതിവായി തീറ്റയിൽ കൂടി നൽകുക. പതിവായ പാൽ പരിശോധന വഴി അകിടുവീക്കത്തിന് സാധ്യതയുള്ള പശുക്കളെ തിരിച്ചറിയാൻ കഴിയും. അകിടുവീക്കം കണ്ടാൽ 2 മണിക്കൂറിനുള്ളിൽ ഉചിതമായ ആന്റിബയോട്ടിക് കുത്തിവയ്പ് നടത്തണം. ഈ കുത്തിവയ്പ് 3 ദിവസം തുടരണം. ഈ വേളയിൽ പാൽ ഉപയോഗിക്കരുത്. അകിടുവീക്കം അറിയാനുള്ള പരിശോധനാ ലായനി, പ്രതിരോധ മരുന്നുകൾ എന്നിവ അടങ്ങിയ കിറ്റ് മൃഗാശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൊല്ലത്തെ കശുമാവ് കൃഷി വികസന ഏജൻസി കർഷകർക്ക് ഗുണമേന്മയുള്ള കശുമാവിൻ തൈകൾ സൗജന്യമായി നൽകുന്നു. ജൂലൈ 10 വരെ അപേക്ഷ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 047427600456. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 7450 രൂപ, കോഴിക്കോട് 8200 രൂപ, തൃശൂർ 7300 രൂപ. കൊപ്ര കൊച്ചിയിൽ 5105, കോഴിക്കോട് 5050, തൃശൂർ 5070. കുരുമുളക് അൺഗാർബിൾഡ് 69000 രൂപ, ഗാർബിൾഡ് 72000 രൂപ. ചുക്ക് മീഡിയം 16500, ബെസ്റ്റ് 18000. മഞ്ഞൾ സേലം 10200, ഈറോഡ് 10400 രൂപ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13500, റബ്ബർ RSS 4 ഗ്രേഡ് 13900. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13500, റബ്ബർ RSS 4 ഗ്രേഡ് 13900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 7450, കൊപ്ര 5105, പിണ്ണാക്ക് എക്സ്പെല്ലർ 1950, റോട്ടറി 2000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69000, ഗാർബിൾഡ് 72000 രൂപ. ചുക്ക് മീഡിയം 16500, ബെസ്റ്റ് 18000. മഞ്ഞൾ നാടൻ 11500, അടയ്ക്ക പുതിയത് 18000-നും 19000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 മുതൽ 180 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 350 മുതൽ 370 രൂപ വരെ. ജാതിപത്രി 500 മുതൽ 1000 രൂപ വരെ. ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 13500, റബ്ബർ RSS 4 ഗ്രേഡ് 13900. ഒട്ടുപാൽ 8800, ലാറ്റക്സ് 9200 രൂപ. കമ്പോള അവലോകനം. കാർഷിക മേഖല പെരുന്നാൾ ആഘോഷങ്ങളിൽ അമർന്നു നിന്നതിനാൽ ഈ വാരം വിപണിയിലേക്കുള്ള മുൻനിര ഉൽപ്പന്നങ്ങളുടെ നീക്കം ഗണ്യമായി ചുരുങ്ങി. ഹൈറേഞ്ച് കുരുമുളക് വരവ് ചുരുങ്ങിയിട്ടും വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ കയറ്റുമതിക്കാരും അന്തർ സംസ്ഥാന വ്യാപാരികളും തയ്യാറായില്ല. ആഭ്യന്തര ഡിമാൻഡിന്റെ മികവിൽ വിവിധ ലേല കേന്ദ്രങ്ങളിൽ ഈ വാരം എത്തിയ ഏലക്കയിൽ ഭൂരിഭാഗവും ഇടപാടുകാർ ശേഖരിച്ചു. ഇന്ന് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 1062 രൂപയിൽ കൈമാറി. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം വർദ്ധിച്ചിട്ടും നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് താഴ്ന്നു. റബ്ബർ അവധി വിപണിയിലെ വിൽപ്പന സമ്മർദ്ദം ഉൽപ്പാദകരെ ആശങ്കയിലാക്കി. കർക്കിടകം ആദ്യ പകുതിയിൽ വിപണിയിലേക്ക് പുതിയ ലാറ്റക്സിന്റെ വരവ് ഉയരാം. കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.9, 24.8. കൊച്ചി 30.6, 24.6. ആലപ്പുഴ 30.8, 25.2. പുനലൂർ 32.2, 24.1. തിരുവനന്തപുരം 32.5, 24.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.